അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിക്താനുഭവം നേരിട്ട ആളാണ് നികേഷ് കുമാർ. അതെ. പിന്നെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് ഇനി മാധ്യമപ്രവർത്തനത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ കിണറ്റിലൊക്കെ പിന്നീട് ഇറങ്ങി ആ അല്ലേ? കിണറ്റിലൊക്കെ കിണറേഷൻ എന്നൊക്കെ ട്രോളൊക്കെ വന്നു. അതെ അതെ. പക്ഷെ അതിനുശേഷം വീണ്ടും അദ്ദേഹം റിപ്പോർട്ടർ ടിവിയുടെ തലപ്പത്തേക്ക് വന്നു. കുറച്ചു കാലമൊക്കെ മാറി നിന്നെങ്കിലും അതിൻ്റെ ഒരു പരിമിതമായ അവസ്ഥയിൽ റിപ്പോർട്ടറിൻ്റെ സാരഥി ഏറ്റെടുക്കാതെ നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ നികേഷ് കുമാർ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്നു. അതെ. പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ രൂപവും ഭാവവും ഒക്കെ മാറി. ആൻഡോ സഹോദരന്മാർ ഏറ്റെടുക്കുന്നു. അത് വലിയൊരു പ്രസ്ഥാനമായി മാറുന്നു. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൻ്റെ പടിയിറങ്ങുന്നു. വീണ്ടും പറയുന്നു, ഞാനിനി സജീവ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ പ്രവർത്തകനായിട്ടുണ്ടാകും. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഏതാണ്ട് നമ്മൾ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ട രീതിയിലാണ് ഉള്ളത്. നികേഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തകളോ മറ്റ് ചർച്ചകളോ ഉണ്ടാകുന്നില്ല. അപ്പോൾ പാർട്ടി ഇപ്പോൾ നികേഷ് കുമാറിന് കൃത്യമായ ഒരു അവസരം കൊടുക്കുന്നു. കൈരളി ടിവിയുടെ ചുമതലയിൽ ബ്രിട്ടാസിന് പകരം നികേഷ് കുമാറിനെ അവരോധിക്കാനായിട്ടുള്ള നീക്കം നടക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നതെന്ന് പറയുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ബ്രിട്ടാസ് ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ വലിയ അദ്ദേഹത്തിൻ്റെ ടോക്സൊക്കെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നു. അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്നു, വളരെ മനോഹരമായി സംസാരിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരെയൊക്കെ അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കൈരളിയുടെ ചുമതല കൂടി വഹിക്കുമ്പോൾ കൈരളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ AKG സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ അതിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അത് വീഡിയോസൊക്കെ അവിടെ ജേർണലിസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കുന്നു. ആ ഒരു ജോലിയിലാണ് ഇപ്പോൾ വ്യാപൃതനായിരിക്കുന്നത്. സ്വാഭാവികമായും ബ്രിട്ടാസിനെ പൂർണ്ണമായും ഇതിലേക്ക് വിട്ടതിന് ശേഷം നികേഷ് കുമാറിനെ കൊണ്ടുവന്നാൽ കൈരളി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ റിപ്പോർട്ടറിനെ ആ ഒരു അവസ്ഥയിലും അദ്ദേഹം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ശമ്പളം പോലും ഇല്ലാതെ, ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അദ്ദേഹം അത് ഏതെങ്കിലും വിധത്തിലൊക്കെ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചൊക്കെ അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ആൻഡോ സഹോദരന്മാർ അത് വലിയ വിലയ്ക്ക് വാങ്ങി. അതിപ്പോൾ ഒന്നാമതും രണ്ടാമതും ഒക്കെ ആയിട്ട് റേറ്റിങ്ങിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും നികേഷ് കുമാർ കൈരളിയിലെത്തിയാൽ കൈരളിയെ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് UDF ആണ് ഭരിക്കുന്നതെങ്കിൽ കൈരളിക്ക് നിർണായകമായ റോൾ ചെലുത്താൻ കഴിയും. കാരണം കൈരളി ഇപ്പോൾ ഭരണത്തോടൊപ്പം നിൽക്കുന്നൊരു സംവിധാനമായതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ റേറ്റിങ്ങിൽ 7-ാമതും 8-ാമതും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ UDF ഭരണകാലത്ത് അന്ന് സോളാറൊക്കെ വന്നപ്പോൾ കൈരളി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ വർഷം 25 വർഷമായി ഒരു ചാനൽ തുടങ്ങിയിട്ട് സ്വാഭാവികമായും അതൊരു ട്രാക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദൂരദർശൻ പോലെ, അല്ലെങ്കിൽ സ്റ്റാഫുകളാണെങ്കിലും എങ്ങനെയെങ്കിലും പോവുക, ശമ്പളം വാങ്ങുക എന്നുള്ളൊരു ലൈനിൽ നിന്ന് മാറ്റി കുറച്ച് പൈസയൊക്കെ വർദ്ധിപ്പിച്ച്, അവിടെ നിലവിൽ ശമ്പളം വളരെ കുറവാണ്, ശമ്പളമൊക്കെ കൂട്ടി എല്ലാവരെയും ഒന്ന് ചടുലമായി പണിയെടുപ്പിച്ചാൽ നല്ല രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും. നമുക്കറിയാം ഇപ്പോൾ നവകേരള സദസ്സ്, അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോഴാണ് അത് ജനത്തിന് മുകളിൽ കൈരളിക്ക് വരാൻ കഴിയുന്നത്. ജനം TV പോലും കൃത്യമായ പ്രിപ്പറേഷനോട് കൂടിയാണ് കാര്യങ്ങൾ എഡിറ്റോറിയൽ പോളിസിയൊക്കെ നടപ്പാക്കി മുന്നോട്ട് പോകുന്നത്. കൈരളി ഈ പറഞ്ഞതുപോലെ ഒരു ദൂരദർശൻ മോഡലിൽ അങ്ങ് പോകുന്നത് കൊണ്ടാണ് വാർത്ത പോലെ അങ്ങനെ അങ്ങ് പോവുകയാണ്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരു KSRTC ബസ് സർവീസ് നടത്തുന്നത് പോലെ, അത് ഇപ്പം മുണ്ടക്കയത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ട്രിപ്പ് അങ്ങ് പോകുന്നു എന്ന രീതിയിൽ പോകാതെ കുറച്ച് അഗ്രസീവായി കുറേ ജേർണലിസ്റ്റുകളെയൊക്കെ കുറച്ചുകൂടെ ഫേസസ് ഒക്കെ കൊണ്ടുവരാമെങ്കിൽ കുറച്ച് മാറ്റം വരുത്താൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ടെക്നോളജി മാറേണ്ടതുണ്ട്. വളരെ പഴയ ടെക്നോളജിയിലൂടെ തന്നെയാണ് അതിപ്പോഴും പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ XR, VR, AR സംവിധാനങ്ങൾ. അത് മാത്രമല്ല ബിനു, അതായത് ഈ ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ ആ ഒരു കൾച്ചർ തന്നെ മാറ്റിയെഴുതിയ ആളാണ് നികേഷ് കുമാർ. ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിനുശേഷം റിപ്പോർട്ടർ, ഈ അഗ്രസീവ് ജേർണലിസം എന്ന ഒരു ശൈലിയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന നികേഷ് കുമാറിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ റിപ്പോർട്ടർ TV ചെയ്ത ജോലികൾ നമുക്കറിയാം. വളരെ ചടുലമായി ഇടപെടുക, ചർച്ചകൾ നടത്തുക, വാർത്തയിൽ ഇടപെട്ട് സംസാരിക്കുക. പ്രേംലാലൊക്കെ അവിടെ ജോലി ചെയ്തുകൊണ്ട് അറിയാൻ തോന്നുന്നു. അതായത് ഒരു ഘട്ടത്തിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഫലം അറിയുന്ന സമയത്ത് അവിടെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഈ നികേഷ് കുമാറിനെ അവതരിപ്പിക്കുകയും വേണം, പക്ഷേ വാർത്തകൾ അറിയാൻ കഴിയുന്നില്ല, എത്ര വോട്ടിന് മുന്നേ. അപ്പോൾ നികേഷ് കുമാർ അന്ന് ചെയ്തത് ഈ ഡെസ്കിൽ നിന്ന് വെള്ള പേപ്പറിൽ എഴുതി ജേർണലിസ്റ്റ് അവിടേക്ക് കൊണ്ടുവരുന്നു, അതൊരു ശൈലിയാക്കി മാറ്റി
ഓരോ പേപ്പർ വാങ്ങി ഇന്ന അല്ല, മണ്ഡലത്തിൽ ഇന്നയാൾ അല്ല ലീഡ് ഇപ്പോ പുതിയ പല വാർത്താ ചാനലുകളും അതിപ്പോ വളരെ അനുകരിച്ചു തുടങ്ങി. സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ അതെ, അനുകരിക്കുന്നു. 24 ഒക്കെ അതെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതായത് അത് ഈ ഡെസ്ക് എഡിറ്റോറിയൽ ബോർഡ് ആ ഒരു മറ അത് ഒഴിവാക്കി ആ മതിൽ ഇടിച്ചു ഇടിച്ചു തകർത്തി. കളഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അതെ ചെയ്തത്. അതെ അതെ. കാരണം അവിടെ നിന്ന് നെറ്റിൽ കിട്ടുന്ന വിവരങ്ങൾ എഴുതി ഒരാൾ കൊടുക്കുന്നു. ഇനിയിപ്പം അധികം ആരും കേൾക്കാത്തൊരു രഹസ്യം കൂടി ഞാൻ പറയാം. അതിൽ ജോലി ചെയ്തിരുന്ന ആളെന്ന നിലയ്ക്ക്, അതായത് റിപ്പോർട്ടർ ടിവിക്ക് പരിമിതികളേറെയായിരുന്നു. ഈ മറ്റ് ചാനലുകൾ ചെയ്യുന്നത് പോലെ ലൈവ് ചെയ്യാൻ ഈ DSN ഇങ്ങനെ ഒരു കൊടവണ്ടി എന്ന് പറയുന്നത്, ഈ കൊടവണ്ടി അത് പരിമിതമായി മാത്രം OB1. അപ്പോൾ മറ്റ് ചാനലുകളിൽ വന്നിരുന്ന വിഷ്വലുകൾ അവർ കാണിക്കുന്നതിന് മുമ്പേ റിപ്പോർട്ടറിൽ വന്നിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ചോദിക്കരുത്, ചില കുറുക്കു വഴികളിലൂടെ ചെയ്തിട്ടുണ്ട് അവർ. അപ്പൊ അത്തരത്തിൽ അങ്ങനെയും ചെയ്ത് സാങ്കേതിക വിദ്യ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും. അതെ, ആ രീതിയിലും ചടുലമായി നിൽക്കാൻ ശ്രമിച്ചൊരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിനെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് മുന്നിൽ. കാരണം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട, അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സാരഥ്യത്തിൽ നിൽക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ ഫേസ് കൊണ്ടുവരാൻ കഴിയും. കാരണം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം റിപ്പോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞ ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി പോവുകയാണ്. എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം നികേഷ് കുമാറിന്റെ തന്നെയായിരിക്കും. കാര്യം അദ്ദേഹം ഇതുവരെ ചെയ്ത ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, ചടുലമായി ചെയ്ത. ബ്രിട്ടാസ് കുറച്ചുകൂടി പതിഞ്ഞ ഒരു മനുഷ്യനാണ്, കുറച്ചുകൂടി പക്വത, ഇരുത്തം വന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. പക്ഷേ നികേഷ് കുമാർ അങ്ങനെയല്ല, ആ ഒരു പരിമിതികൾക്ക് അപ്പുറം നിന്ന് സംസാരിക്കുന്ന. പറഞ്ഞതുപോലെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായി മാറിയതോടുകൂടി അദ്ദേഹം ഒരു നിഷ്പക്ഷത അദ്ദേഹത്തിൽ നിന്ന് പോയി. സ്വാഭാവികമായിട്ട് കൈരളി വരുമ്പോൾ കൈരളി എന്താണോ ആവശ്യം അത് അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം പുറത്തെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം നോക്കേണ്ടത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തകനായി, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി അദ്ദേഹം പല സദസ്സുകളിലും പോകുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അവസരമില്ല. കാരണം CPM-ന്റെ സംവിധാനം അങ്ങനെയാണ്, താഴെ തട്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് അവർ ഓരോ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഷോയൊക്കെ കൊണ്ടുവന്ന്, അതിൽ ഒരു വലിയ ഷോയൊക്കെ കൊണ്ടുവന്നാൽ അത് റേറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനും സ്വയം അദ്ദേഹത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. ബ്രിട്ടാസൊക്കെ MP ആയതുപോലെ അദ്ദേഹത്തിന് ഭാവിയും ഉണ്ടാകും. കാരണം കൈരളിയിൽ നിന്ന് അദ്ദേഹത്തിന് അത് മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഒരു 3ാം ടൈം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ കൈരളിക്ക് കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. കാരണം ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയ PR മാനേജ്മെന്റ്, സർക്കാരിനെ കുറിച്ചും ഈ മുന്നണിയെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും നടത്തിയ വാഴ്ത്തുപാട്ടുകൾ, അത് കൈരളി മാത്രമല്ല അവർ സൃഷ്ടിച്ചെടുത്ത ആ ഒരു പ്രോഗ്രാമുകൾ മറ്റ് ചാനലുകളും ടെലികാസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ PR മാനേജ്മെന്റും ഒരു ഘടകമാണ്. അപ്പോൾ നികേഷ് കുമാറിനെ പോലെ നല്ല പരിചയസമ്പന്നനായ ഒരാൾ കൈരളിയുടെ നേതൃത്വത്തിൽ വരുന്നത് അതിനും ഒരു മുതൽക്കൂട്ടാവും. തീർച്ചയായിട്ടും. ഈ PR വർക്കുകൾ ഇപ്പോൾ നാം മുന്നോട്ട് പോലുള്ള പ്രോഗ്രാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ കൈരളിക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഒരു വർഷം വളരെ നിർണായകമാണ്. കാരണം സർക്കാരിന് വരുന്ന ആരോപണങ്ങളെ ചെറുക്കുക, ഒപ്പം സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു റോൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ ചാനലുകളും പൊതുവെ ഒരു CPM-നെതിരായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ന്യൂസ് മലയാളം 24/7 ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും CPM-നെ വിമർശിച്ചുകൊണ്ടാണ് വരുന്നത്. ന്യൂസ് മലയാളം 24/7 സംഭവിച്ചത് അത് കൈരളി പോലെ ആയിപ്പോയി. കാരണം നേരെ അങ്ങ് CPM റിപ്പോർട്ടറും അത് വിട്ടു. അതെ, റിപ്പോർട്ടറും അത് വിട്ടു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കൈരളിക്ക് ഒരു നിർണായക റോളുണ്ട്. അപ്പോൾ ആ റോള് അത് വളരെ ഭംഗിയായി അടുത്ത തവണ LDF പ്രതിപക്ഷത്താണെങ്കിൽ കൈരളിക്ക് ജോലി കൂടും. ടെക്നോളജിയും ഒക്കെ ഒന്ന് മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവരെയും ഒന്ന് ചടുലമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൈരളിക്ക് വലിയ ഉയരത്തിലെത്താൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.